വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുക. യേശുക്രിസ്തു മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ ഈ ലോകത്തോട് സംസാരിക്കുമ്പോൾ ഇന്ന് 800 കോടി ജനം ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിന്റെ ശക്തിയും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് കുറഞ്ഞ് വരികയാണ്. കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി തന്റെ ജീവിതം അവസാനിപ്പിച്ച് പ്രണയക്കെണിയിൽപ്പെട്ട് ചതിക്കപ്പെട്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഈ സമൂഹത്തോട് ആ പെൺകുട്ടിയുടെ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. ജീവിതത്തിൽ അർത്ഥമില്ലാതെ കടന്നു പോകുന്ന നിരവധി കുഞ്ഞുങ്ങളുടെ നടുവില് കുഞ്ഞുങ്ങളോടൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. നിങ്ങൾക്ക് തെറ്റുപറ്റുവാൻ കാരണം, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുപറ്റുവാനുള്ള കാരണം ദൈവത്തിന്റെ വചനം അറിയത്തില്ല, വിശുദ്ധ ലിഖിതങ്ങൾ അറിയത്തില്ല, അതുമല്ലെങ്കിൽ ദൈവമാരെന്നറിയത്തില്ല, ദൈവത്തിന്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് യൗവനങ്ങൾക്ക് അടിപതറുവാനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുക യേശുക്രിസ്തു ആരെന്നോ ദൈവം ആരെന്നോ തിരിച്ചറിയാതെ യൗവനങ്ങൾ കടന്നു പോവുകയാണ്. യേശുക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ ഈ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതെ കടന്നു പോകുന്നത് കൊണ്ട് ഒരു പ്രതികൂലത്തിന്റെ നടുവില് അവർ ഒറ്റപ്പെട്ടു പോവുകയും അവർക്ക് പിടിച്ചു നിൽക്കാനാവാതെ അന്ധകാരത്തിന്റെ ശക്തികള് അവരെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും നമ്മുടെ കരം പിടിക്കുവാൻ ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം അവർക്കില്ലാതെ പോകുന്നതിന്റെ കാരണമാണ് ഇന്ന് പല യൗവനങ്ങളും അവരുടെ ജീവിതം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് കടന്നു പോകുവാൻ കാരണമാവുക. ഇന്ന് 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മാത്രം കഥയായി അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രതികൂലമായി നമ്മൾ ഇതിനെ കാണരുത്. ഇന്ന് നിരവധി യൗവനങ്ങള് ഓരോ തരത്തിൽ അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളിൽ അവർ ഉത്തരമില്ലാതെ അവരൊരു നിഴലിനോട് യുദ്ധം ചെയ്ത് കടന്നു പോകുന്ന ഒരു സാധ്യതയിലൂടെയാണ് കടന്നു പോവുക. അല്ലെങ്കിൽ ഇന്നത്തെ യൗവനങ്ങൾക്ക് വിവാഹം എന്ന ഒരു കൂദാശയെ കുറിച്ച് യഥാർത്ഥ അറിവില്ലാതെ കടന്നു പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ ദൃഷ്ടിയിലൂടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ വിവാഹം എന്ന കൂദാശയെ കുറിച്ച് ഇന്നത്തെ യൗവനം പഠിക്കേണ്ടതിന്റെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ഈ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമുക്കറിയാം, പ്രായപൂർത്തിയായ യുവതി യുവാക്കന്മാർക്ക് ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കുവാനുള്ള നിയമം ഇന്ന് എല്ലാ രാജ്യങ്ങളിലും നിലവിലുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിലുമുള്ള മാതാപിതാക്കന്മാർ ചിന്തിക്കുന്നത് അവരുടെ കുട്ടികൾ, ആൺകുട്ടി ഒരു പെൺകുട്ടിയെയെങ്കിലും വിവാഹം കഴിച്ചു വന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ വിവാഹം ചെയ്ത് വീട്ടിലേക്ക് കടന്നു വന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളും ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന്റെ കാരണം വിവാഹം എന്ന പവിത്രമായ ദൈവീകമായ കൂദാശയെ ഇന്ന് മലിനമാക്കുവാൻ അന്ധകാരത്തിന്റെ ശക്തികള് ഈ ലോകത്തില് ഇറങ്ങി പുറപ്പെട്ടതിന്റെ ഒരു ബാക്കിപത്രമാണ് ഇന്ന് നമ്മുടെ യൗവനങ്ങൾ പോലും വഴിതെറ്റിപ്പോകുന്നതും അവർക്കൊരു അടിസ്ഥാനമില്ലാതെ പിടിച്ചു നിൽക്കുവാൻ പറ്റാതെ മരണത്തിലേക്ക് അവർ കടന്നു പോകേണ്ട ഒരു സാഹചര്യവും.
ഇന്ന് ഈ 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഒരു പ്രണയക്കെണിയിൽ എന്താ പറയുന്നത് അതിന്റെ ജീവിതം അവസാനിപ്പിച്ച് കടന്നു പോകുമ്പോൾ ഈ സാംസ്കാരിക കേരളത്തിൽ ഇതിന് പിന്നില് ഒരു അന്ധകാരത്തിന്റെ ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റാതെ കടന്നു പോകുന്ന എന്താ പറയാ ഒരു കാലഘട്ടം ഇവിടെ കടന്നു വരികയാണ്. അല്ലെങ്കിൽ ഇതൊരു സാധാരണ സംഭവമായി ഇതങ്ങ് കടന്നു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ യൗവനങ്ങളെ യേശു ആരെന്നും അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്തെന്നും പഠിപ്പിച്ചു കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ ആ കർത്തവ്യത്തിലേക്ക് കടന്നു വരാതെ മറ്റെന്തിന്റെയെങ്കിലും പുറകെ പോകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അപകടകരമായ സാധ്യതയെന്ന് തിരിച്ചറിയണം. കാരണം 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പത്രോസ്ലീഹ എഴുതി വെച്ചിരിക്കുകയാണ്, ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് കരുതി അല്ലെങ്കിൽ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. അപ്പം നമ്മുടെ യൗവനങ്ങൾക്ക് ചുറ്റും അന്ധകാരത്തിന്റെ ശക്തികള്, പൈശാചിക ശക്തികൾ വട്ടമിട്ട് പറന്ന് പ്രണയക്കെണിയിൽ പെടുത്തി അവരുടെയൊക്കെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് മറ്റു ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കുന്ന എത്രയേറെ സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു വന്നിട്ടും നമ്മളിത് പഠിക്കാതെ അല്ലെങ്കിൽ ഇതിന്റെ മുമ്പിൽ ഒരു നിസ്സംഗതയോടുകൂടി നിൽക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുമ്പോൾ അത് യേശുക്രിസ്തുവിന്റെ നെഞ്ചിൽ ഒരു വേദനയായി മാറുമെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം യേശു തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു ജനമാണ്. കാൽവരി യാഗത്തിന്റെ യോഗ്യതയാല് അല്ലെങ്കിൽ കുരിശു മരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിലനിന്നുകൊണ്ട് സാത്താന്റെ തലയെ തകർത്തുകൊണ്ട് അവൻ നമുക്കെതിരെ വിധി പ്രസ്താവിച്ച എന്താ പറയുക എഴുതി വെച്ച സകല ലിഖിത നിയമങ്ങളെയും പരസ്യമായി കുരിശിൽ അവഹേളന പാത്രമാക്കി സാത്താന്റെ തലയെ തകർത്ത് കുരിശിൽ തന്നെ വിജയം പ്രഖ്യാപിച്ച യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ മക്കളെ വീണ്ടെടുത്ത യേശുക്രിസ്തുവിനെ കുറിച്ചും കുരിശുമരണത്തെ കുറിച്ചും അതിന്റെ അകത്തു നടക്കുന്ന ശക്തിയെ കുറിച്ചും പഠിപ്പിച്ചു കൊടുത്ത് നമ്മുടെ മക്കളെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുത്ത് വചനത്തിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആമുഖമായി ഇന്ന് യൗവനങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. ജ്ഞാനിയായ സോളമൻ തന്റെ ഉത്തമ ഗീതത്തിൽ ഒരു കാര്യം വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുകയാണ്. യൗവനങ്ങളെ നോക്കി കെഞ്ചുകയാണ് സോളമൻ എന്ന ജ്ഞാനിയായ വ്യക്തി. ഹല്ലേലൂയ. നിങ്ങൾ ബൈബിൾ എടുക്കണം. ഉത്തമഗീതം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ജെറുസലേം പുത്രിമാരെ എന്ന് വിളിച്ചുകൊണ്ട് സോളമൻ എഴുതി വെക്കുകയാണ്, സമയമാകുന്നതിന് മുമ്പേ നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തുകയോ ഇളക്കി വിടുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എന്റെ പൊന്നു മക്കളെ, സമയമാകുന്നതിന് മുമ്പ് വേണ്ടാത്ത ഒരു ബന്ധത്തിലും നിങ്ങൾ ചെന്ന് ചാടരുതെന്ന് സോളമൻ നമുക്ക് മുന്നറിയിപ്പ് തരുന്നതിന്റെ കാരണം ഈ ലോകം ചീത്തയാണ്. നമ്മളെ ചിരിച്ചുകൊണ്ടും നമ്മളെ സ്നേഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ അരികില് നമ്മളെ കരുതുന്നു എന്ന് കരുതുന്ന വിധത്തിൽ നമ്മളെ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ഒരു വഞ്ചനയുടെ ലോകം ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വഞ്ചനയുടെ കാലഘട്ടത്തിൽ സ്നേഹം നമ്മളെ ചതിക്കുഴികളിലേക്ക് കൊണ്ടുപോകുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പലപ്പോഴും ഈ സ്നേഹം അല്ലെങ്കിൽ ഈ പ്രേമം അല്ലെങ്കിൽ ഈ പ്രണയം എന്ന് നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ഇങ്ങനെയുള്ള ചതിക്കുഴി നിങ്ങളെ കൊണ്ടുപോകുന്നത് ഏറ്റവും ഒടുവിൽ അറിഞ്ഞോ അറിയാതെയോ ലൈംഗികമായ പാപത്തിന്റെ മേഖലകളിലേക്കാണ്. ഹല്ലേലൂയ. സ്നേഹം പലപ്പോഴും ലൈംഗികതയിലേക്ക് കടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തെ ഒരു നരകതുല്യമാക്കി മാറ്റുവാനുള്ള സാധ്യതയ്ക്ക് കാരണമാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ബൈബിള് പഠിച്ചാൽ ആദത്തിന് തക്കതായ ഒരു തുണയെ കൊടുക്കുന്നത് ദൈവമാണ്. നമ്മൾ ബൈബിൾ പഠിച്ചാൽ ആദത്തെ ഉറക്കിക്കിടത്തിയതിനു ശേഷം ആദത്തിന്റെ വാരിയലിൽ നിന്ന് ആദത്തിനു വേണ്ടി ഒരു ജീവിത പങ്കാളിയെ സൃഷ്ടിച്ചു കൊടുക്കുന്ന ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്കിണങ്ങിയ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ നിങ്ങൾക്കായി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന തക്കതായ ഒരു തുണയെ കണ്ടെത്തി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി
പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുകൊണ്ട് സാത്താനികമായ പ്രലോഭനത്തിൽ വീണ് നിങ്ങളുടെ വിശുദ്ധി നഷ്ടമാക്കി ദൈവം ആഗ്രഹിക്കാത്ത ഒരു ബന്ധത്തിലേക്ക് ചെന്നുപെട്ട് ജീവിതത്തിൽ എന്താ പറയുന്നത്, ഒരു പ്രതികൂലം കടന്നു വരരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളെ നിങ്ങൾ എന്തു പേരിട്ട് വിളിച്ചാലും, പ്രണയമെന്നോ അല്ലെങ്കിൽ പ്രേമമെന്നോ എന്തു പേരിട്ട് വിളിച്ചാലും അത് നമുക്ക് വേണ്ട എന്ന് വെക്കുവാനുള്ള ഒരു ആർജവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായാൽ ഒരാൾ പോലും, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഒരു ചതിക്കുഴിയിലേക്കും കൊണ്ടുപോവുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രേമം അല്ലെങ്കിൽ പ്രണയം ഒരു ലൈംഗിക താല്പര്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ലൈംഗികത വിശുദ്ധമായതുകൊണ്ട് നിങ്ങളുടെ ലൈംഗികത വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയിൽ അനിവാര്യമായതുകൊണ്ട് ആ മേഖലകളെയാണ് ആദ്യം സാത്താൻ കൈവെക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് വിശുദ്ധി നഷ്ടമാകുന്ന ഒരു പ്രവൃത്തിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. നിങ്ങൾ ദൈവത്തെ കൂട്ടിമുട്ടണമെങ്കിൽ വിശുദ്ധി കൂടാതെ ദൈവത്തെ കൂട്ടിമുട്ടാനാവില്ല എന്ന് എബ്രായ ലേഖനം 12:14 നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഓർത്തുകൊള്ളുക, വിശുദ്ധി എന്ന് പറയുക ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് സോളമൻ ഓർമ്മിപ്പിച്ചത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സമയമാകുന്നതിനു മുമ്പേ നിങ്ങളുടെ വികാരങ്ങളെ ഉണർത്തുവാൻ സാത്താൻ പ്രലോഭനം തരുമ്പോൾ ഒരിക്കലും അതിൽ വീണു പോകരുത് എന്ന്. അതായത് നിങ്ങളുടെ ചിന്തകളിൽ പോലും അങ്ങനെയുള്ള ഒരു തിന്മയുടെ സാധ്യത കടന്നു വരരുത്. നിങ്ങളുടെ ചിന്ത പോലും വിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ ലൈംഗികതയെ ദൈവത്തിന് സമർപ്പിച്ച് നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുക. അതുപോലെ തന്നെ ദൈവം അനുവദിക്കാത്ത ആളിനെ നിങ്ങൾ ഒരു കാരണവശാലും വിവാഹം കഴിക്കുവാൻ തുനിയരുത്. അങ്ങനെ സംഭവിച്ചാൽ അതിനകത്തുള്ള ഒരു അപകടം എന്ന് പറയുന്നത്, ദൈവം അനുവദിക്കാത്ത ഒരു വ്യക്തിയെ, ഒരു അന്യ വിശ്വാസത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഒരു സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു സന്തതിക്ക് ജന്മം കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലും പാരമ്പര്യത്തിനും വെളിയിൽ, സഭ വിട്ട് സഭയ്ക്ക് വെളിയിൽ ഒരു വിവാഹ ജീവിതവും നമ്മുടെ യൗവനങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൊലിപ്പുറത്തെ ചികിത്സ അവസാനിപ്പിച്ചുകൊണ്ട് മറിച്ച് നമുക്ക് കാതലായ ചില തീരുമാനങ്ങൾ എടുത്ത് ഇനി ഒരു യൗവനത്തെയും തട്ടിക്കൊണ്ടുപോകുവാൻ ഇടയാകാത്ത വിധത്തില്, ഹല്ലേലൂയ, യൗവനത്തില് നമ്മുടെ കുട്ടികള് ദൈവത്തെ അറിയുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, തൊലിപ്പുറത്തെ ചികിത്സ അവസാനിപ്പിക്കുന്നു എന്ന് പറയുവാൻ കാരണം, കാതലായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മൾ തീരുമാനം എടുക്കണമെന്ന് പറയുന്നതിന്റെ കാരണം, യൗവനത്തിൽ നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ പാപത്തിന്റെ പ്രലോഭനത്തിൽ വീണുപോകുവാനുള്ള ഒരു അവസരമായി മാറരുത് എന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകുവാനും, ദൈവത്തിന്റെ പദ്ധതിയില്, ദൈവത്തിന്റെ തീരുമാനത്തില് ദൈവം അനുവദിക്കുന്ന വ്യക്തിയെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കുവാൻ എനിക്ക് വേണ്ട. ഇന്റർനെറ്റിൽ കാണുന്നതോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന വ്യക്തികളോ, റെസ്റ്റോറന്റിലോ ഐസ്ക്രീം പാർലറിലോ കൂടെ പഠിക്കുന്ന വ്യക്തികളിലോ പള്ളിയിൽ കാണുന്ന വ്യക്തികളോ ഒന്നുമല്ല നിങ്ങളുടെ ജീവിത പങ്കാളി. നിങ്ങൾ കാണേണ്ടത് ദൈവം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ സമയമാകുമ്പോൾ എന്റെ ദൈവം എനിക്കായി അനുവദിച്ചു തരുമെന്നുള്ള ബോധ്യം ഹൃദയത്തിൽ എടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങള് ദൈവത്തിന്റെ പദ്ധതിയിൽ ആദ്യത്തെ ഒരു വിവാഹം ഈ ലോക ചരിത്രത്തിൽ കടന്നു വന്നത് നിങ്ങളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിൽ ആദ്യത്തെ വിവാഹം നടക്കുന്നതിനു മുമ്പ്, അതായത് ആദം അഥവാ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് ചേർന്ന ഒരു ഇണയെ നൽകുമെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. എന്നാൽ പിന്നീട് ദൈവം ആദത്തിന് കൊടുത്തത് ഇണയല്ല, പകരം ഒരു തുണയെയാണ് കൊടുത്തത്. കാരണം ഒരു ഇണയെ കൊടുത്താൽ ഇണ ചേർന്നതിന് ശേഷം ആ ഇണ ചിലപ്പം കടന്ന് അതിന്റെ വഴിക്ക് പോയേക്കാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. മൃഗങ്ങള് ഇണ ചേരുന്നതും അതിനുശേഷം അവരൊരു കുടുംബമായി ജീവിക്കുന്നതും ഒന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇവിടെ ദൈവം
ആദത്തിന് കൊടുത്തത് തക്കതായ ഒരു തുണയാണ്. അത് തന്റെ വാരിയലിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിച്ച് ഒരു കുടുംബത്തിന്റെ ആത്മീയ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഹല്ലേലൂയ. കുടുംബ ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് പറയുക ഒറ്റ ശരീരമായി മാറുന്ന ദൈവിക നിയമമാണ്. എന്ന് വെച്ചാൽ വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നത് ഒരു ഉടമ്പടിയാണ്, ദൈവിക പദ്ധതിയാണ്, ദൈവിക നിയമമാണ്. ഇതൊരു സാമൂഹികമായ കരാറല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ സന്നിധിയിൽ വധൂവരന്മാർ ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ്. എന്താ പറയുന്നത്? സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ അവർ ഒരുമിച്ച് നിൽക്കുമെന്നും അതിനപ്പുറമായി യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ മുമ്പിൽ, യേശുക്രിസ്തുവിന്റെ രക്ത ഉടമ്പടിയുടെ മുമ്പിൽ അവരെടുക്കുന്ന ഉടമ്പടിയാണ് മരണം വരെ അവർ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള തീരുമാനം. ഹല്ലേലൂയ. ഇവിടെ ഒരു ശരീരമായി, ഒറ്റ ശരീരമായി ഈ വധൂവരന്മാർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുരുഷനും സ്ത്രീക്കും മാറണമെങ്കിൽ അവരുടെ ശരീരവും അവരുടെ മനസ്സും അവരുടെ ആത്മാവും ഐക്യപ്പെട്ട് ഒറ്റ ശരീരമായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒറ്റ ശരീരമായി രൂപാന്തരീകരണം പ്രാപിക്കണമെങ്കിൽ ഇരുവരും ഒരേ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാകണം. ഹല്ലേലൂയ. ദൈവം തന്റെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ എന്താ പറയുന്നത്? അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്ന് ബൈബിള് പറയുകയാണ്. എന്ന് വെച്ചാൽ ഉൽപ്പത്തി 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ത്രിയേക ദൈവം എടുക്കുന്ന തീരുമാനമാണ്, നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. ട്രിനിറ്റി എന്ന വാക്ക് ബൈബിളിൽ ഇല്ലെങ്കിലും നമുക്ക് എന്ന വാക്ക് ട്രിനിറ്റിയാണ് സൂചിപ്പിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി എടുക്കുന്ന തീരുമാനം. അങ്ങനെ മനുഷ്യനെ എന്താ പറയുക? ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്ന മനുഷ്യൻ സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്ന് ബൈബിള് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും ആദ്യത്തെ സൃഷ്ടിയിൽ ആത്മീകമായ അല്ലെങ്കിൽ ആത്മാവായ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ഒന്നായിരുന്നു. പിന്നീട് ഉൽപ്പത്തി പുസ്തകം 2:7 പുരുഷന് അല്ലെങ്കിൽ ആദത്തിന് ദൈവം ഒരു മണ്ണുകൊണ്ട് ഒരു ശരീരമുണ്ടാക്കി, പൂഴിയിൽ നിന്നും ഒരു ശരീരമുണ്ടാക്കി ഒരു മനുഷ്യന് ശരീരം കൊടുക്കുകയാണ്. പിന്നീട് ആ ശരീരത്തിൽ നിന്നും സ്ത്രീക്ക് സ്ത്രീയെ സൃഷ്ടിക്കുമ്പോൾ ആദത്തിന്റെ വാരിയല് എടുത്ത് സ്ത്രീയെ ദൈവം സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതിയിലാണ് കുടുംബത്തിലേക്ക് ഈ ഒരു എന്താ പറയാ പുരുഷനെയും സ്ത്രീയെയും ദൈവം വിവാഹം എന്ന കൂദാശയിലൂടെ ഒരുമിച്ച് ചേർക്കുക. ഇനിമേൽ അവര് എന്താ പറയാ രണ്ടല്ല ഒന്നായിരിക്കും, ഒറ്റ ശരീരമായിരിക്കും. അങ്ങനെ ഈ ഒരേ ത്രിയേക ദൈവത്തിന്റെ ആന്തരിക ഭാവത്തിൽ മനുഷ്യന് ശരീരവും മനസ്സും ആത്മാവും നൽകി ദൈവം സൃഷ്ടിക്കുമ്പോൾ രണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ അവിടെ ആത്മീയമായ ഒരു ഐക്യപ്പെടലിന് സാധ്യതയില്ലാത്തത് കൊണ്ട് അവിടെ പ്രതികൂലമുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒരുമിച്ച് ഒരേ വിശ്വാസത്തിൽ ഒരേ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നവർ വിവാഹിതരാകുകയാണ് ദൈവത്തിന്റെ പദ്ധതിയിൽ ശരിയെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. പിന്നീട് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന ഒരു ലൈംഗിക വ്യത്യാസം ഇവിടെ ദൈവം കൊണ്ടുവരുന്നുണ്ട്. ആദ്യം സ്ത്രീയും പുരുഷനും ഒന്നായിരുന്നു. പിന്നീട് രണ്ടു പേർക്കും ദൈവം രണ്ട് ശരീരം കൊടുത്തു. പിന്നീട് ആ രണ്ട് ശരീരം കൊടുത്ത് അവരെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് എന്താ പറയുന്നത്, ഈ നേരത്തെ ഒന്നായിരുന്നവരെ വീണ്ടും ദൈവം കുടുംബത്തിൽ സ്ത്രീയെയും പുരുഷനെയും ഒന്നിപ്പിച്ചിട്ടാണ് ഇനിമേൽ എന്താ പറയാ അവരൊറ്റ ശരീരമായിരിക്കുമെന്നുള്ള അനുഗ്രഹം അവർക്ക് കൊടുക്കുക. അപ്പം സ്ത്രീ പുരുഷ ലൈംഗിക വ്യത്യാസം എന്ന് പറയുക ദൈവത്തിന്റെ ഡിസൈനാണ്, ദൈവത്തിന്റെ തീരുമാനമാണ്. ലൈംഗികത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ആദ്യം ഒന്നായിരുന്ന സ്ത്രീയെയും പുരുഷനെയും വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവം ഒന്നിച്ച് ചേർത്തത്
പിന്നീട് അവര് രണ്ടല്ല ഒറ്റ ശരീരമാണ് എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതി ദൈവം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതായത് ദൈവത്തിന് വേണ്ടി അടുത്ത തലമുറയെ സൃഷ്ടിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ സ്ത്രീക്കും പുരുഷനും ദൈവം നൽകുകയാണ്. കുടുംബത്തിലൂടെ, വിവാഹ ബന്ധത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലൂടെ വിശുദ്ധിയുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ ദൈവം പദ്ധതിയൊരുക്കിയ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം എന്ന് പറയുക. കുടുംബമാണ് ദൈവം ആദ്യം സ്ഥാപിച്ചത്. പിന്നീട് ദൈവം സ്ഥാപിച്ച ഭൂമിയിലെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സഭ. എന്ന് വെച്ചാൽ കുടുംബത്തെ സ്ഥാപിച്ച ദൈവം സഭയിലൂടെ ആ കൂദാശയെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി തകിടം മറിക്കുവാൻ സാത്താൻ പുതിയ പദ്ധതിയുമായി, നമ്മുടെ യൗവനങ്ങളെ തട്ടിക്കൊണ്ടുപോകുവാനുള്ള പദ്ധതിയുമായി കടന്നു വന്ന് വലവിരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട യൗവനങ്ങളെ, ഈ സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും സാത്താന്റെ കെണിയിൽ നിങ്ങൾ വീഴരുത്. കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ, അതൊരു സാധാ ബന്ധമല്ല. ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും രക്തബന്ധമാണ് എന്ന് പറയുമ്പോൾ, വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്ന് പറയുക അസ്ഥി ബന്ധമാണ്. എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും എന്നാണ് ആദ്യത്തെ നാരി എന്ന് ദൈവം വിളിച്ച, നരനിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട നാരി എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടപ്പോൾ ആദ്യം ആദത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കടന്നു വരിക: ഇതൊരു അസ്ഥി ബന്ധമാണ്. അസ്ഥിയിൽ നിന്നും ഉടലെടുക്കുന്ന ബന്ധമാകണം ഒരു വിവാഹ ജീവിതത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും കടന്നു പോകേണ്ടത്. അല്ലാതെ വഴിക്കവലകളിൽ കാണുന്ന ഏതെങ്കിലും ഒരു ചെറുക്കന്റെയോ പെണ്ണിന്റെയോ കൂടെ കടന്നു പോകുന്നതല്ല ജീവിതത്തില്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുക അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കണം, അത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ തോറ്റുപോകരുത്. മാനവ സ്നേഹത്തിന് നിങ്ങൾ വില കൊടുക്കണം. കാരണം ഏത് മതത്തിൽപ്പെട്ട വ്യക്തികളെയും, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, നിങ്ങൾക്ക് അവരുടെ ഭവനങ്ങളിൽ പോകാം, പക്ഷെ നിങ്ങൾക്ക് അവരുടെ കുടുംബങ്ങളിൽ പോയി ആഹാരം കഴിക്കാം. ഒന്നിനും ഒരു കുറവുമില്ല. സഹോദരങ്ങളെ പോലെ നമുക്ക് അവരെ കാണാം, അവരെ സ്നേഹിക്കാം, അവരെ നമ്മൾ ആദരിക്കാം. പക്ഷേ ആരാധനയുടെ കാര്യം വരുമ്പോൾ, ആരാധനയുടെ വിഷയത്തിൽ വരുമ്പോൾ മാത്രം, പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, സഭ വിട്ടോ വിശുദ്ധ കുർബാന വിട്ടോ നമുക്കൊരു കളി വേണ്ട. കാരണം യേശുക്രിസ്തു അല്ലാതെ നമുക്കൊരു അടിസ്ഥാനമില്ല. യേശുക്രിസ്തു തന്റെ കുരിശു മരണത്തിൽ സ്ഥാപിച്ച, പരിശുദ്ധാത്മാവിനാൽ മുദ്രവെച്ച ഈ സഭയിൽ നിന്ന്, അല്ലെങ്കിൽ കാൽവരി യാഗത്തിന്റെ അടിസ്ഥാനം വിട്ട് നമ്മുടെ പരിശുദ്ധ കുർബാനയെയും കൂദാശകളെയും തള്ളിമാറ്റി യേശുക്രിസ്തുവിന്റെ നെഞ്ചിൽ വേദനയാകുന്ന ഒരു തീരുമാനവും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കരുത്. ആരാധനയുടെ വിഷയത്തിൽ മാത്രം ഒരു കോംപ്രമൈസ് ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഏത് ഭവനത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, പക്ഷേ പൂജിച്ച വസ്തുക്കള് നിങ്ങൾ കഴിക്കാൻ പോകരുത്. കാരണം ബൈബിൾ 1 കൊരിന്ത്യൻസ് 10:20 പറയുന്നുണ്ട്, വിജാതീയർ ബലിയർപ്പിക്കുന്നത് ദൈവത്തിനല്ല പിശാചിനാണ്. അതുകൊണ്ട് പിശാചിനെ സമർപ്പിച്ചതും ദൈവത്തിന്റെ ഹല്ലേലൂയ സമർപ്പിച്ചതും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇത് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണ്? വിജാതീയർ ബലിയർപ്പിക്കുന്നത് ദൈവത്തിനല്ല പിശാചിനാണ്. അപ്പോൾ ഒരു വിജാതീയ വ്യക്തിയുടെ ഒപ്പം നിങ്ങൾ കടന്നു പോകുമ്പോൾ, ആ വ്യക്തിയുടെ ആരാധനയുമായി നിങ്ങൾ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നതെങ്കിൽ, ഇന്ന് ഈ വിശുദ്ധ ലിഖിതങ്ങൾ, ദൈവത്തിന്റെ വചനം സെന്റ് പോൾ കൊരിന്ത്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എന്നോട് പിണങ്ങരുത്. ദൈവത്തിന്റെ വചനം എന്തോ അത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു തരിക. അതിനപ്പുറമായി ഇതിനെ നിങ്ങൾ കാണരുത്. കാരണം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ഒരു അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് വേണ്ടത് മാനവ സൗഹാർദ്ദമാണ്, മത സൗഹാർദ്ദമല്ല. കാരണം യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മതം സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധ്യതയ്ക്കോ അല്ല. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള
പിതാവായ ദൈവത്തിന്റെ പദ്ധതിയുമായി ഈ ലോക ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് സകല മാനവരാശിയുടെയും പാപത്തെ തന്റെ കുരിശുമരണത്തിലൂടെ ചുമന്നു മാറ്റി യേശുക്രിസ്തു ഇന്നും ജീവിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് മറ്റൊരു ക്രിസ്തുവായി മാറുവാനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവരായി ക്രിസ്തുവിനോടൊപ്പം മുന്നോട്ട് കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ ഐക്യമുള്ളവരുമായി മാത്രമേ വിവാഹ ബന്ധം പാടുള്ളൂ എന്ന ദൈവിക കൽപ്പനയെ നിങ്ങൾ തള്ളിക്കളയരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, സമയമാകുന്നതിന് മുമ്പേ നിങ്ങളുടെ പ്രണയത്തെ നിങ്ങൾ ഇളക്കി വിടരുത്. കാരണം സാത്താനിക മണ്ഡലങ്ങൾ വളരെ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. ആരെയാണ് വിഴുങ്ങേണ്ടത് എന്ന് നോക്കി ഈ ലോകത്ത് ചുറ്റി നടക്കുകയാണ്. ഇത് വളരെ എന്താ പറയുക, കൃത്യതയോടുകൂടി പഠിച്ചാൽ ബൈബിൾ എന്താണ് നമ്മളോട് പറയുക? നിങ്ങൾ പഴയ നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളില് ബൈബിള് നമ്മളോട് പറയുകയാണ്. നിയമാവർത്തനം എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ ആവർത്തനമാണ്. ഒരിക്കൽ തന്ന നിയമത്തെ ദൈവം വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പുതിയ നിയമമെന്നാണ് ഈ നിയമാവർത്തന പുസ്തകത്തെ പറയുക. ആ നിയമാവർത്തനം 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുക? അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്ക്, നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്ന് അകറ്റിക്കളയും അവർ. ഇതൊരു മുന്നറിയിപ്പാണ്. എന്നിട്ട് പറയുന്നു, അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ കർത്താവിന്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ബൈബിള് പറയുക. അപ്പൊ പഴയ നിയമത്തിൽ അന്യവിശ്വാസികളുമായി വിവാഹബന്ധം പാടില്ല എന്ന് ദൈവം തന്റെ ജനത്തിന് നിർദ്ദേശം കൊടുക്കുന്നത് ഈ ആത്മീയമായ അപകടത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അപ്പം അത് പഴയ നിയമത്തിലാണെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ സെന്റ് പോൾ നമുക്ക് തരുന്ന മുന്നറിയിപ്പ് 2 കൊരിന്ത്യൻസ് 6-ാം അധ്യായം അതിന് 14 തൊട്ട് താഴേക്ക് പഠിക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ വായിക്കാൻ പറ്റും. നിങ്ങൾക്ക് അവിശ്വാസികളുമായി, അതായത് നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. എന്നിട്ട് പറയുന്നു, നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ഹല്ലേലൂയ. ഈ സത്യം ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിച്ചത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇന്നത്തെ ആത്മീയമായ അപകടത്തിന്റെ കാരണങ്ങൾ. വിശുദ്ധ ലിഖിതങ്ങൾ അറിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 2000 വർഷം മുമ്പ് കുരിശിൽ ചിന്തിയ രക്തത്താൽ വീണ്ടെടുത്ത യേശുക്രിസ്തുവിന്റെ കാൽവരിയാകത്തെ ഒന്ന് കാണുവാനോ അതിന്റെ അകത്തു ദൈവം ഒരുക്കി വെച്ച അനുഗ്രഹം ഈ വചനത്തിലൂടെ തരുന്നതും ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ ആത്മീയമായ ഒരു അന്ധതയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അതിന്റെ കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി. കണ്ണിനെ അല്ല അന്ധമാക്കിയത്, മനസ്സിനെ അന്ധമാക്കി. അതന്നിമിത്തം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല, കാണാൻ പറ്റുന്നില്ല. കുരിശുമരണത്തിന്റെ ആഴമെന്തെന്ന് അറിയാൻ പറ്റുന്നില്ല. പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എവിടെ തുടങ്ങണം? കുട്ടികളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കേണ്ട
പ്രധാനപ്പെട്ട വിഷയങ്ങൾ. യേശു ആരെന്ന് പഠിപ്പിക്കണം. യേശു എന്തിന് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു? കാലത്തിന്റെ സമ്പൂർണതയിൽ മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ച് ഈ ലോകത്തിലേക്ക് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയായി യേശു ക്രിസ്തു കടന്നു വന്നു. കാലത്തിന്റെ സമ്പൂർണതയിൽ കുരിശുമരണം, കാലത്തിന്റെ സമ്പൂർണതയിൽ ക്രിസ്തുവിൽ സകലതും കൂട്ടിയോജിപ്പിക്കുവാൻ കടന്നു വരുന്ന, അല്ലെങ്കിൽ ആ കാല സമ്പൂർണതയിലാണ് എല്ലാം കൂട്ടിയോജിപ്പിക്കുക എന്ന് എഫേസ്യ ലേഖനം 1:10 പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ കാലഘട്ടം എന്ന് പറയുക ഇത് പഠിക്കുവാനുള്ള കാലഘട്ടമാണ്. ഇനി കുറച്ചുകൂടി കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസരമില്ലാതെ വരും. ഇന്ന് വചനം നമുക്ക് കേൾക്കുവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വചനത്തിന് എന്താ പറയുക, കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ക്ഷാമം കടന്നു വരുമെന്ന് ആമോസ് പ്രവാചകൻ 8-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ പറഞ്ഞു. ദേശത്തൊരു ക്ഷാമം കടന്നു വരും. ആ ക്ഷാമം ദാഹജലത്തിനോ ഭക്ഷണത്തിനോ ഉള്ള ക്ഷാമമല്ല. ദൈവത്തിന്റെ വചനം കിട്ടാതെ നിങ്ങൾ ഓടി നടക്കുന്ന ഒരു കാലഘട്ടം വരും. അതിനു മുമ്പ് വിശുദ്ധ ലിഖിതങ്ങൾ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഹല്ലേലൂയ പരിശുദ്ധ അമ്മ സംഗ്രഹിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. സൺഡേ സ്കൂളിന്റെ അല്ലെങ്കിൽ എന്താ പറയുന്നത് സിലബസ് ഒക്കെ പൊളിച്ചെഴുതേണ്ട കാലഘട്ടമായിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചെഴുതണം. അവിടെ നിങ്ങൾ വചനം പഠിപ്പിക്കണം. കുരിശുമരണത്തെ കുറിച്ചും കാൽവരിയാഗത്തിന്റെ ആത്മീയ രഹസ്യങ്ങളെ കുറിച്ചും കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്ത് യേശുക്രിസ്തു ഏക സത്യ ദൈവമാണെന്നും യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു സത്യ ദൈവമില്ല എന്നും അവരെ പഠിപ്പിച്ചു കൊടുത്താൽ യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണെന്ന് അവരുടെ ഹൃദയത്തിൽ, അവരുടെ എന്താ പറയുക സാധാ ബുക്കുകളിലല്ല എഴുതി കൊടുക്കേണ്ടത്, അവരുടെ ഹൃദയത്തിന്റെ ഫലകത്തിൽ എഴുതി വെച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമായാൽ ഒരു കുഞ്ഞു പോലും സഭ വിട്ടു പോകില്ല, ഒരു കുഞ്ഞു പോലും വിശ്വാസം ഉപേക്ഷിക്കില്ല, ഒരു കുഞ്ഞു പോലും യേശുക്രിസ്തുവിനെ തള്ളിപ്പറയത്തില്ല, വിശ്വാസം ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് ആത്മീയ നേതൃത്വങ്ങളെ നിങ്ങൾ ഉണരേണ്ട സമയമായി. നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കേണ്ട, ഹല്ലേലൂയ, കോഴി തന്റെ കുഞ്ഞിനെ കരുതുന്നത് പോലെ നമ്മുടെ യൗവനങ്ങളെ ചേർത്ത് നിർത്തേണ്ട, അവരെ സത്യം പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കേണ്ട സമയമായി. ഹല്ലേലൂയ. പരസ്പരം തമ്മിൽ തല്ലുവാനോ പരസ്പരം കേസിനും വഴക്കിനും കടന്നുപോയി ആത്മീയത തകർക്കുവാൻ, സഭയെ പോലും ഇന്ന് തകർക്കുവാൻ സാത്താൻ പരിശ്രമിക്കുമ്പോൾ പുതിയ തലമുറയുടെ ആത്മീയമായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സമയമില്ലാതെ നമ്മൾ കടന്നു പോകരുത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മറ്റൊരു സംഭവം, സമയമാകുന്നതിന് മുമ്പേ നിങ്ങളുടെ പ്രണയത്തെ നിങ്ങൾ എന്താ പറയുക ഉണർത്തരുത് എന്ന് നിങ്ങളോട് പറഞ്ഞ സോളമന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ. സോളമൻ തന്നെ പറഞ്ഞില്ലേ, യൗവനമേ, നിങ്ങളുടെ യൗവന കാലഘട്ടത്തിൽ നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ സ്മരിക്കണമെന്ന് പറയുവാൻ കാരണം, നിങ്ങളുടെ ശരീരത്തിൽ ചോര തിളയ്ക്കുന്ന ഈ പ്രായത്തിൽ നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്യണം. കാരണം അത് നഷ്ടപ്പെട്ടു പോയ സോളമന്റെ കഥ 1 രാജാക്കന്മാര് 11-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ നമുക്ക് സോളമൻ രാജാവിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. ഫറവോയുടെ മകളെ, മൊവാബ്യര്, അമോന്യര്, ഏദോമ്യര്, സീദോന്യര്, ഹിത്യര് എന്നീ അന്യവംശത്തിൽപ്പെട്ട സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു. ബൈബിള് വചനമുണ്ട്, നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, അവർ നിങ്ങളുമായും എന്നുള്ള വചനം നിലനിൽക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പം ബൈബിള് പറയുകയാണ്, അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് അവരെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. പക്ഷെ സോളമനാകട്ടെ ഈ പറഞ്ഞ വ്യക്തികളെ എല്ലാം ഗാഢമായി പ്രേമിക്കുകയും സ്നേഹിക്കുകയും അങ്ങനെ രാജ്ഞി സ്ഥാനമുള്ള 700 ഭാര്യമാരും 300 ഉപനാരികളും സോളമൻ ഉണ്ടായിരുന്നു എന്നാണ് വചനം വ്യക്തമാക്കുക. എന്നിട്ട് സോളമന് വാർദ്ധക്യമായപ്പോൾ ഈ ഭാര്യമാര് സോളമന്റെ ഹൃദയത്തെ എന്ത് ചെയ്തെന്നറിയാമോ? അന്യ ദേവന്മാരിലേക്ക് തിരിച്ചു. അപ്പൊ സോളമന്റെ ജീവിതത്തിലെ അധപ്പതനത്തിന്റെ കാരണം ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച്, ദൈവത്തിന്റെ വചനത്തെ ധിക്കരിച്ച്, അന്യ വിശ്വാസത്തിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കരുത് എന്ന കൽപ്പന ധിക്കരിച്ച് ആ സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു. അങ്ങനെ സംഭവിച്ചതിലൂടെ സോളമന്റെ ജീവിതത്തിൽ ഒരു ആത്മീയമായ
ഐക്യം നഷ്ടപ്പെട്ടു പോയി. സോളമന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നു. ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടമായി. ആ വിശ്വാസത്തിൽ തന്റെ മക്കളെ വളർത്തിയെടുക്കുവാനുള്ള ബുദ്ധിമുട്ട് കടന്നു വന്നു. പലപ്പോഴും ധാർമ്മികമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വ്യത്യസ്ത നിലപാടുകൾ കടന്നു വന്നു. ബന്ധം നിലനിർത്തുവാൻ, അല്ലെങ്കിൽ ഈ വിവാഹം കഴിച്ച ഭാര്യമാരുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാൻ തൻ്റെ വിശ്വാസം പോലും സോളമന് വെടിയേണ്ട ഒരു ആവശ്യകതയിലേക്ക് കടന്നുപോയി. പിന്നീട് എന്താ സംഭവിച്ചെന്നറിയാമോ? മ്ലേച്ഛ വിഗ്രഹങ്ങളുമായിട്ടുള്ള ആരാധനയിൽ സോളമൻ വീണു പോവുകയാണ്. അതിന്റെ കാരണം ഈ ഭാര്യമാരാണ്. അപ്പം കർത്താവിന്റെ മുൻപിൽ അനിഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് സോളമൻ ദൈവസന്നിധിയിൽ പാപം ചെയ്യുകയും വീണു പോവുകയും ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ താഴേക്ക് എന്താ പറയുക, ഒരു 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളൊന്ന് പഠിച്ചാൽ ഒരു സംഭവം കൂടെ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ച് കടന്നു പോകാം. അതായത് ജെറുസലേമിന് കിഴക്കുള്ള മലയിൽ മൊവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോഷിനും അമോര്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോളക്കിനും പൂജാഗിരികൾ നിർമ്മിച്ചുകൊണ്ട് ബലികളും ധൂപാർച്ചനകളും നടത്തുന്ന സാഹചര്യം പോലും സോളമന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതിശക്തമായ 1-ാം പ്രമാണ ലംഘനം, അന്യ ദൈവ ആരാധനയിലൂടെ സോളമൻ കടന്നുപോയി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ജെറുസലേമിന് കിഴക്കുള്ള മല എന്ന് പറയുമ്പോൾ അത് ഒലിവ് മലയാണ്. ഹല്ലേലൂയ. ഒലിവ് മലയിൽ അന്യ വിഗ്രഹ ആരാധന നടത്തിയ സോളമന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു സത്യമായി നിലനിൽക്കുകയാണ്. എന്നാൽ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈ ലോകത്തിന്റെ സകല പാപവും തന്റെ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ സകല പാപത്തെയും ശാപത്തെയും തകർത്ത് മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ, അങ്ങനെ നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് സകല മാനവരാശിയും രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിന്റെ കാൽവരിയാകം യാഥാർത്ഥ്യമാകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, കാൽവരിയിലേക്ക് കടന്നു പോകുന്നതിന് തൊട്ടു മുമ്പ് ഗെത്സമൻ തോട്ടത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയം ആ ഗെത്സമൻ തോട്ടത്തിൽ ഒലിവ് മലയിൽ മുട്ടുകുത്തി നിന്ന് യേശുക്രിസ്തു കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ശരീരത്തിൽ നിന്നും രക്തത്തുള്ളികൾ വിയർപ്പ് കണങ്ങൾ പോലെ ഈ ഒലിവ് മലയിൽ, അതായത് ജെറുസലേമിന് കിഴക്കുള്ള മലയിൽ എന്ന് രാജാക്കന്മാരുടെ പുസ്തകം രേഖപ്പെടുത്തിയ ഒലിവ് മലയിൽ എന്താ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ രക്തം അവിടെ വീഴുകയാണ്. ആ മലയിൽ നടന്ന പ്രമാണ ലംഘനത്തെ യേശുക്രിസ്തു ഒലിവ് മലയിൽ നടന്ന അന്യ വിഗ്രഹ ആരാധനയിലൂടെ ഒലിവ് മല മലിനമായപ്പോൾ അവിടെ യേശുക്രിസ്തു തന്റെ രക്തമൊഴുക്കി ആ ഒലിവ് മലയെ പോലും വിശുദ്ധീകരിച്ച ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ കാണേണ്ടത്. അതുകൊണ്ട് ക്രിസ്തു വിശുദ്ധീകരിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ മലിനമാകരുത് എന്ന് നിങ്ങളുടെ മുമ്പിൽ വിനീതമായ ഒരു അഭ്യർത്ഥന വെക്കുകയാണ്. യേശുക്രിസ്തു ആശീർവദിച്ചതാണ്, ദൈവം ആശീർവദിച്ചതാണ് വിവാഹം എന്ന് പറയുക. അതുകൊണ്ട് യേശുക്രിസ്തു വിശുദ്ധീകരിച്ച വിവാഹം മലിനമായി കടന്നു പോകുവാൻ അനുവദിക്കരുത്. എന്റെ പ്രിയപ്പെട്ട യൗവനങ്ങളെ, ബൈബിള് പറയുന്നു, എബ്രായ ലേഖനം 13:4 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരുടെയും ഇടയിൽ വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, വിവാഹം ഇതൊരു ദൈവികമായ ഉടമ്പടിയാണ്. ആ ഉടമ്പടി ഒരിക്കൽ പോലും ബ്രേക്ക് ആകരുത്. അതുകൊണ്ട് മണവറ വിവാഹ ജീവിതം മലിനമാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുക നമ്മളുടെ ഓരോരുത്തരുടെയുമാണ്. പ്രത്യേകിച്ച് ഇനി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യൗവനമേ, നിങ്ങളിത് പഠിക്കണം. സഭാപ്രസംഗകൻ 4-ാം അധ്യായം 12-ാം വാക്യം വീണ്ടും സോളമൻ പറയുകയാണ്, മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. എന്നിട്ട് ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്തുവാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം, എന്നാൽ 2 പേരാണെങ്കിൽ ചെറുത്തു നിൽക്കുവാൻ സാധിക്കും. മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. വിവാഹം എന്ന് പറയുക ഒരു
3 നൂലിന്റെ ഉടമ്പടി എന്ന് പറയുകയാണ്. 3 നൂലിന്റെ ഉടമ്പടി എന്ന് വെച്ചാൽ മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. ഇവിടെ 3ാമത്തെ എന്താ പറയുക നൂലെന്ന് പറയുക നസ്രായനായ യേശുക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവരുടെ ഇടയിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ 3ാമതൊരാളുണ്ടെങ്കിൽ അത് നസ്രായനായ യേശുക്രിസ്തുവാണ്. അപ്പം വിവാഹം കഴിക്കുന്ന 2 പേർക്കും ഈ വിശ്വാസം ഉണ്ടാകണം. ഒരാൾ യേശുക്രിസ്തുവിനെ പിന്തുടരുന്നയാളും മറ്റൊരാൾ പിന്തുടരാത്തയാളും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത വ്യക്തിയുമാണെങ്കിൽ അവിടെ ആത്മീയമായ ഐക്യം നഷ്ടപ്പെടും. ഒന്നാകലിന്റെ ആ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോകും. മലാക്കി പ്രവചനം 2-ാം അധ്യായം 14-ാം വാക്യം, വിവാഹം അതൊരു ഉടമ്പടിയാണെന്നും ഈ ഉടമ്പടിക്ക് കർത്താവായ യേശുക്രിസ്തു സാക്ഷിയാണ് എന്നും ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. മലാക്കി 2:14 വിവാഹം ഒരു ഉടമ്പടിയാണെന്നും കർത്താവ് അതിന് സാക്ഷിയാണെന്നും വചനം വ്യക്തമാക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ ഉടമ്പടിയെ അല്ലെങ്കിൽ അതിനെ ക്രിസ്തുവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ഉടമ്പടിയാകാൻ അതിന് സാധിക്കത്തില്ല. യേശുക്രിസ്തു അത് ആ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ആ ഉടമ്പടി സാധൂകരിക്കപ്പെടുക. അതിന് വെളിയിൽ അത് സാധൂകരിക്കപ്പെടുകയില്ല എന്ന് ഓരോ ക്രൈസ്തവ വിശ്വാസിയും തിരിച്ചറിയണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 25 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഭർത്താവിന്റെയും ഭാര്യയുടെയും ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് അവിടെ പറയുക. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ക്രിസ്തു സഭയെ അനുസരിച്ചതുപോലെ സഭ ക്രിസ്തുവിനെ അനുസരിച്ചതുപോലെ ഭർത്താവിനെ അനുസരിക്കണം. ഇത് ഒരു ആത്മീയമായ ഒരു വീക്ഷണത്തിൽ പഠിച്ച് അതിൽ നിലനിന്നെങ്കിൽ മാത്രമേ ദൈവീക പദ്ധതിയിൽ ഒരു കുടുംബ ജീവിതം അനുഗ്രഹമാകൂ എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് വിവാഹം ഒരിക്കലും സഭയ്ക്ക് പുറത്ത് പാടില്ല. നമ്മുടെ പാരമ്പര്യത്തെ ഹനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തെറ്റാണ്. ഇത് മനുഷ്യൻ തരുന്ന ഒരു കൽപ്പനയല്ല. ദൈവം നമുക്ക് നമ്മുടെ പിതാക്കന്മാരിലൂടെ നമുക്ക് പറഞ്ഞു തന്നതും ഈ അവസാന കാലഘട്ടത്തിൽ തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്ന കൽപ്പനയുമാണ്. അതുകൊണ്ട് ഇത് നിരസിക്കുന്നവർ യേശുക്രിസ്തുവിനെ നിരസിക്കുന്നു, അതുപോലെ പിതാവായ ദൈവത്തെയും നിഷേധിക്കുന്നു. ഈ കൽപ്പന മാനുഷികമല്ല. നിങ്ങൾ സഭയ്ക്ക് വെളിയിൽ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത യേശുക്രിസ്തുവിനെ അറിയാത്ത ഒരു വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ കടന്നുപോയാൽ അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നല്ല എന്ന് തിരിച്ചറിയണം. അതിന്റെ പിന്നിൽ ഒരു അന്ധകാരത്തിന് ശക്തിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉറച്ചു നിന്ന് നമുക്ക് എതിരെ കടന്നു വരുന്ന അന്ധകാര ശക്തികളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രേരണയാലും ആ അഭിഷേകത്താലും നമുക്ക് തോൽപ്പിക്കുവാനുള്ള ഒരു സമയമായി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് ഏറ്റവും ഇന്ന് അനിവാര്യമായ ഒരു ഘടകം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം, നിങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാകണം, നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുവാനുള്ള തീരുമാനം ഉണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വിശുദ്ധി എന്ന് പറയുന്നത് യൗവന കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം ബൈബിൾ പറയുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന് ദൈവം പറയുന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. 1 പത്രോസ് 1-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. പ്രിയപ്പെട്ട യൗവനമേ, ഓർത്തുകൊള്ളുക, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു കൽപ്പന തരിക? ദൈവം പരിശുദ്ധനാണ്. ദൈവം തന്റെ പരിശുദ്ധിയിൽ നിങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുവാൻ കാരണം യൗവന കാലഘട്ടം എന്ന് പറയുക സമയമാകുന്നതിന് മുമ്പേ നിങ്ങളുടെ വിചാരങ്ങളെ ഉണർത്തരുത്, പ്രേമത്തെ തട്ടി ഉണർത്തരുത് എന്ന് സോളമൻ പറഞ്ഞു വെക്കുന്നതിന്റെ കാരണം യൗവന കാലഘട്ടത്തിൽ ശാരീരികതയിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ പലപ്പോഴും നമ്മളെ ലൈംഗിക പാപങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുള്ള സാധ്യതയുണ്ട്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും ലൈംഗികമായ ആസക്തിയിലൂടെ, അല്ലെങ്കിൽ അത് മാസ്റ്റർബേഷൻ ആകാം, പോണോഗ്രാഫി ആകാം, അഡൾട്ടറി ആകാം, ഏതെങ്കിലും വിധത്തിൽ ഒരു യൗവനക്കാരന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി
അല്ലെങ്കിൽ വിശുദ്ധി ഇല്ലാതെ ഒരു പാപത്തിന്റെ അടിമത്വത്തിലേക്ക് തള്ളിവിട്ട് പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു പുരുഷനും വിശുദ്ധി ഇല്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവരുടെ മണവറ മലിനമാക്കി അവർക്ക് ജനിക്കുന്ന തലമുറ മലിനമായി ജനിക്കുവാൻ വേണ്ടിയാണ് സാത്താൻ ഇങ്ങനെയുള്ള പ്രേരണ നമുക്ക് തരുന്നതെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. എന്ന് വെച്ചാൽ അശുദ്ധിയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ ജനിക്കുന്ന കുഞ്ഞ് മലിനമായി ജനിക്കുമെന്ന് സാത്താൻ അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യൗവനക്കാരുടെ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, നിങ്ങളുടെ ജീവിതത്തിൽ ലൈംഗികമായ പാപത്തെ നിക്ഷേപിച്ച് പിന്നീട് സ്പേമിലൂടെ ആ തലമുറയിലേക്ക്, അടുത്ത തലമുറയിലേക്ക് സാത്താൻ ഇതിനെ അടുത്ത തലമുറയിലേക്ക് പകർത്തി വിടുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മാതാപിതാക്കന്മാരുടെ വരുന്ന ചില തെറ്റായ പ്രവണതയുടെ പരിണിത ഫലം ചില കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരുവാൻ കാരണം. ഒരു അപ്പൻ മദ്യപാനിയാണെങ്കിൽ മകൻ മദ്യപാനിയായി മാറുന്നു. അല്ലെങ്കിൽ അപ്പന് കടബാധ്യതയാണെങ്കിൽ മകനും കടബാധ്യത കടന്നു വരുന്നു. കാരണം അപ്പന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ചില പാപകരമായ വഴികളെ പിന്തുടർന്ന് അത് അടുത്ത തലമുറയിലേക്ക് കടന്നു പോകുന്നത് സ്പേമിലൂടെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ യൗവന കാലഘട്ടത്തിൽ ഒരു വിശുദ്ധി ഇല്ലാത്ത ജീവിതം നമ്മൾ നയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുവാൻ സാത്താൻ പണിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന തലമുറയെ ലക്ഷ്യം വെച്ചാണ് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് യൗവനമേ, വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങളുടെ തലമുറ മലിനമായി ജനിക്കുവാൻ ഇടവരരുത്. ദൈവത്തിന്റെ നെഞ്ചിൽ വേദനയാകുന്ന ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട യൗവനങ്ങളെ, ആത്മീയമായ വളർച്ചയെ അടിസ്ഥാനമാക്കി ബൈബിള് പറയുന്നത് പോലെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. എപ്പോഴും നിങ്ങൾ ഓർക്കണം, ഒരു വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം തേടാതെ നിങ്ങൾ കടന്നു പോകരുത് എന്ന് സെന്റ് പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. മാതാപിതാക്കളുടെ അനുഗ്രഹം എന്ന് പറയുക അനിവാര്യമാണ്. അതുകൊണ്ട് അതൊരു അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മാതാപിതാക്കളുടെ അനുഗ്രഹം തേടി മാത്രമേ നിങ്ങൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകാവൂ. ഇന്ന് ഒരു കാര്യം കൂടി ഓർത്തോണം, വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുമ്പം കാലം കഴിയുന്നതനുസരിച്ച് ചിലപ്പോൾ സ്നേഹത്തിന്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം. എന്നാൽ വചനം, ആകാശം മാറിയാലും ഭൂതലം മാറ്റപ്പെട്ടാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, ദൈവത്തിലുള്ള വിശ്വാസം, സഭ, ഇതൊക്കെ നിലനിൽക്കുന്നതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനം പറയുന്നതിനപ്പുറമായി മറ്റെന്തിനേക്കെങ്കിലും നിങ്ങൾ കടന്നുപോയാൽ അവിടെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അന്ന് നിങ്ങൾ ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയേക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് വിവാഹം അനിവാര്യമാകുന്ന ഒരു സമയത്ത് പ്രാർത്ഥിക്കണം, നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ എളിമപ്പെട്ട്, ദൈവമേ, ഒരു വിവാഹം വരുമ്പോ ഇത് വിൽ ഓഫ് ഗോഡ് ആണോ, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണോ എന്ന് ചോദിച്ച് ദൈവത്തിന്റെ വചനം എടുത്ത് പ്രാർത്ഥിച്ച് കണ്ണടച്ച് ബൈബിള് തുറക്കുമ്പോൾ കർത്താവ് ഒരു വചനം തരും. ആ വചനം നോക്കുമ്പോൾ അത് നമുക്ക് അനുകൂലമാണോ എന്ന് നോക്കുക. അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. മാതാപിതാക്കളും സഹോദരങ്ങളെയൊക്കെ ആ കാര്യത്തിൽ അനുസരിക്കണം. ബൈബിൾ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് എളിമപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ഉത്തരം തരും. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആ ശക്തനായ ദൈവം, ആ ഓൾമൈറ്റി ഗോഡ് വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുമെന്ന് വിശ്വസിക്ക്. ആ വചനം ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കുക. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നമ്മുടെ ബുദ്ധിയെ നിങ്ങൾ ആശ്രയിക്കരുത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടു കൂടി വിശ്വാസം അർപ്പിക്കുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടു കൂടി ആയിരിക്കട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരുമെന്നാണ് ബൈബിൾ പറയുക. നമുക്ക് വഴി തെളിച്ചു തരുവാൻ ഒരു ദൈവമുണ്ട്. പാതയിൽ പ്രകാശമായി, പോകുന്ന വഴിയിൽ വെളിച്ചമായി. യേശുക്രിസ്തുവിന്റെ വചനം, ദൈവത്തിന്റെ വചനം നമ്മളെ പരിപാലിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ ഓട്ടപ്പന്തയത്തിൽ അന്ധകാരത്തിന്റെ ശക്തികളെ തോൽപ്പിക്കുവാനുള്ള ഇടവരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്
ആശ്രയിച്ച് ഒരു തീരുമാനമെടുക്കുക. ഇന്ന് നിരവധി പെൺകുട്ടികൾ ഈ പ്രണയത്തിന്റെ കെണിയിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന സാധ്യതയും അല്ലെങ്കിൽ നരകതുല്യമായ ജീവിതം നയിക്കുമ്പോഴും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തിക്കെതിരെ ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി കണ്ണടച്ചിരിക്കുന്ന എല്ലാ നേതൃത്വ നിരയിലുള്ളവരും ഉണരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഇവിടെ ഒരു പെൺകുട്ടി പോലും കരയുവാനോ, ഒരു മാതാപിതാക്കളുടെ നെഞ്ചില് തീക്കനലായി ഒരു മക്കളും മരണത്തിലേക്ക് കടന്നു പോകാനും ഇടവരരുത്. കാരണം ഇതിന്റെ ആത്മീയ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തു അല്ലാതെ നമുക്ക് ഒരു ദൈവമില്ല. ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടെങ്കിൽ യേശു മാത്രമാണ്. യേശു ഏക സത്യ ദൈവമാണ്. പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, പല ദൈവങ്ങളുടെ പേരുകളിൽ ഒരു പേരല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു ഏക സത്യ ദൈവം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുമ്പോൾ നമുക്കറിയത്തില്ല ഈ വചനത്തിന്റെ ശക്തി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സോളമൻ പറഞ്ഞത് ഓർമ്മിക്കുക. സമയമാകുന്നതിന് മുമ്പേ നിങ്ങളുടെ പ്രണയത്തെ നിങ്ങൾ തട്ടി ഉണർത്തരുത്. കാരണം അത് പാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ കൊത്തിപ്പറിക്കുവാൻ കാത്തിരിക്കുന്ന ഹല്ലേലൂയ കഴുകന്റെ കണ്ണുകളുമായി എന്താ പറയുന്നത്, ചില പദ്ധതി ഒരുക്കിയ സാത്താനിക ശക്തികൾ നമുക്കെതിരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ചുറ്റും ചിറക് വിരിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയാൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ നമ്മുടെ യൗവനങ്ങളെ നയിക്കുവാൻ, അവരെ വിശ്വാസത്തിൽ വളർത്തുവാൻ, അവരെ ദൈവത്തിന്റെ വചനത്തിലേക്ക് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഇനി ഒരു യൗവനത്തിനും ഒരു പോറൽ പോലും ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ വചനം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ യൗവനങ്ങളെ പൊതിഞ്ഞ് സീൽ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ.